പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോ. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോ. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. നന്ദിയാലുള്ളം തുടിച്ചിടുന്നു തള്ളയാമേശു കാരുണ്യം. നന്ദിയാലുള്ളം തുടിച്ചിടുന്നു തള്ളയാമേശു കാരുണ്യം. ഓരോന്നോരോന്നായി ധ്യാനിപ്പാനിതു നല്ല സന്ദർഭമാകുന്നു. ഓരോന്നോരോന്നായി ധ്യാനിപ്പാനിതു നല്ല സന്ദർഭം ആകുന്നു. ഇതുപോലൊരു പ്രഭാതം, ഇതുപോലൊരു പ്രഭാതം നമുക്കടുത്തിടുന്നു മനമേ. ഇതുപോലൊരു പ്രഭാതം നമുക്കടുത്തിടുന്നു മനമേ. ഹായന്താനന്ദം നമ്മൾ പ്രിയന ശോഭസൂര്യന വരുന്നു. ഹായന്താനന്ദം നമ്മൾ പ്രിയന ശോഭസൂര്യന വരുന്നു. കൊടും കാറ്റും നീ വനദേശത്ത് പ്രിയനേ എന്നെ വിടല്ലേ. കൊടും കാറ്റും നീ വനദേശത്ത് പ്രിയനേ എന്നെ വിടല്ലേ. കൊതിയോടു ഞാൻ വരുന്നേ എന്റെ സങ്കടമങ്ങു തീർക്കണേ. കൊതിയോടു ഞാൻ വരുന്നേ എന്റെ സങ്കടമങ്ങു തീർക്കണേ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ചേർത്തടിച്ച് ആത്മാവിൻ്റെ നിറവിൽ നമുക്ക് ചേർന്ന് പാടാം. സ്തുതിച്ച മനമേ നിത്യവും നിൻ ജീവനാഥനേശുവേ. എല്ലാ കരങ്ങളും അടിച്ച് സന്തോഷത്തോടെ ഹല്ലേലൂയ. സ്തുതിച്ച മനമേ നിത്യവും ജീവനാഥനേശുവേ. സ്തുതിച്ച മനമേ നിത്യവും ജീവനാഥനേ. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ. മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ. മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്തനാഥനെ. മരണത്തിനാലെ നീക്കി മൃത്യു
ശക്തിയോടെ കരങ്ങളടിച്ച് ഹല്ലേലൂയ സ്തുതിച്ച് മനമേ നിത്യവും നിൻ ജീവനാഥനേ സ്തുതിച്ച് മനമേ നിത്യവും നിൻ ജീവനാഥനേശുവേ ബഹുമാന്യനാമാചാര്യനായി വാനിലവൻ വാഴുകയ ബഹുമാന്യനാമാചാര്യനായി വാനിലവൻ വാഴുകയ ബലഹീനതയിൽ കൈവിടാതെ ചേർത്തുകൊള്ളുമാകയ ബലഹീനതയിൽ കൈവിടാതെ ചേർത്തുകൊള്ളുമാകയ സ്തുതിച്ച് മനമേ സ്തുതിച്ച് മനമേ നിത്യവും ജീവനാഥനേശുവേ ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ ദിനവും മനമേ തൽസമയം വൻ കൃപകൾ അതിധൈര്യമായ കൃപാസനത്തിൽ അന്തികത്തിൽ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിച്ച് മനമേ സ്തുതിച്ച് മനമേ നിത്യവും ജീവനാഥനേ സ്തുതിച്ച് മനമേ നിത്യവും ജീവനാഥനേശുവേ ബഹുദൂതരുച്ച നാദമോടെ വാഴ്ത്തിടുന്ന നാഥനെ ബഹുദൂതരുച്ച നാദമോടെ വാഴ്ത്തിടുന്ന ബലവും ബലവും ധനവും സ്വീകരിപ്പായോ സ്തുതിച്ച് മനമേ നിത്യവും ജീവനാഥനേശുവേ സ്തുതിച്ച് മനമേ നിത്യവും ജീവനാഥനേശുവേ മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ മരണത്തിനാലെ നീക്കി മൃത്യു സന്തോഷത്തോടെ ഹല്ലേലൂയ മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത ഓ സ്തുതിച്ച് മനമേ നിത്യവും ജീവനാഥനേ ഓ സ്തുതിച്ച് മനമേ ശകല രകചാര ഇതുപോലെ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ ഇതുപോലെ സ്വജീവൻ ശാരാ ഹംദാ രബാ രഖാ ധാരാ ഹംദാ ലഗദാ ഓ ഇതുപോൽ സ്വജീവൻ അതരങ്ങളെ തുറന്ന് ശമാന ഹംദര പ്രബാധനയ ശാരാ തസ്മാന ധാന ഹംദാ രഗദാ രഗദാ ധനയ ഹംദര വൈഡവ ഹംദര ഗദഗദ രഗദല വൗഡവ ലംശവരന്ധര ബ്രിഗരംദേ രഗദാ രമനാദനയ രഗദം സാരം ധേരേ ലവാ വാ ശക്തിയോടെ ഇതുപോലെ ജീവൻ തന്ന ഇതുപോലെ സ്നേഹിച്ച ഇതുപോലെ പരിപാലിക്കുന്ന ഇതുപോലെ കരുതുന്ന ഇതുപോലെ രക്ഷിക്കുന്ന ഇതുപോലെ സൗഖ്യമാക്കുന്ന ഒരു ദൈവം വേറെ ഇല്ല. എൻ കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിന്ദയക്കായി എൻ കണ്ണുകൾ
ഉയർത്തി ഞാൻ നോക്കും. എൻ കർത്താവേ, നിന്ദയക്കായി എണ്ണിയാൽ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. എണ്ണിയാൽ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ, നീ മാത്രം എന്നാളുമേ. വിശ്വാസത്തോടെ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ, നീ മാത്രം എന്നാളുമേ. അത് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ചേർത്തടിച്ച് സന്തോഷത്തോടെ ഹല്ലേലൂയ. ആകാശഭൂമികൾക്കെല്ലാം അതിഹേതുവായവൻ നീയേ. ആകാശഭൂമികൾക്കെല്ലാം അതിഹേതുവായവൻ നീയേ. ആശ്രയം നിന്നിലായതു മുതൽ അതികളകന്നു പറയാ. ആശ്രയം നിന്നിലായതു മുതൽ അതികളകല്ല കരങ്ങൾ പഠിച്ചോ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ, നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ, നീ മാത്രമെന്നാളുമേ. എൻ കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും. എൻ കർത്താവേ, നിന്ദയക്കായി എൻ കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും. എൻ കർത്താവേ, നിന്ദയക്കായി എണ്ണിയാൽ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. എണ്ണിയാൽ തീരാ നന്മകൾ തന്നു ശക്തിയോടെ വിശ്വാസത്തോടെ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ, നീ മാത്രമെന്നാളുമേ. കാലുകൾ വഴുതാത നിമിഷം എന്നെ കാത്തിടുന്നവൻ നീയേ. കാലുകൾ വഴുതാത നിമിഷം എന്നെ കാത്തിടുന്നവൻ നീയേ. കൃപകൾ തന്നും തുണയായി വന്നു നടത്തും അത്ഭുതമാ. കൃപകൾ തന്നും തുണയായി വന്നു എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ, നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ, നീ മാത്രമെന്നാളുമേ. എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും. എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും. ഓ നീ വരും താറി നിന്നോടണഞ്ഞ് ആനന്ദിച്ചാത്തിടും ഞാൻ. നീ വരും താറി ആ ഉറപ്പുള്ളവർ ചേർന്ന് പ്രത്യാശയോടെ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ, നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ, നീ മാത്രമേ. അതുകൊണ്ട് ചേർന്ന് പാടിക്കുക, യേശു എന്ന നാമമേ, യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതം. ശബ്ദമുയർത്തി ഓ യേശു എന്ന നാമമേ, ഓ എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ
പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തിപ്പുകഴ്ത്തി. യേശു എന്ന നാമമേ, യേശു എന്ന ശബ്ദമുയർത്തി എന്റെ ആത്മാവിൽ ഇന്ന് പകലെ ആ നാമത്തിന്റെ ശക്തി ഇതിനകത്ത് ശക്തിയോടെ ചലിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ ആത്മാവിൻ ഗീതം എൻ പ്രിയ യേശുവേ, എൻ പ്രിയ യേശുവേ ഓ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തിപ്പുകഴ്ത്തിയിടുമേ. ഓ യേശു എന്ന അതിരങ്ങളെ തുറന്ന് എന്റെ ആത്മാവിൽ യേശു എന്ന നാമമേ, യേശു എന്ന പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തിപ്പുകഴ്ത്തിയിടുമേ. പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തിപ്പുകഴ്ത്തിയിടുമേ. തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. ഹല്ലേലൂയ. താഴ്ത്തി എന്നെ കരത്തിൽ വച്ചു ജീവപാതയെന്നു ഓടും ഞാൻ. താഴ്ത്തി എന്നെ കരത്തിൽ വച്ചു ജീവപാത. യേശു എന്ന നാമമേ, യേശു എന്ന സൗഖ്യമാക്കുന്ന നാമം, അത്ഭുതങ്ങൾ ചെയ്യുന്ന നാമം, വിടുതലുകൾ ചെയ്യുന്ന നാമം, യേശുവിന്റെ നാമത്തിൽ. ഓ എന്റെ ആത്മാവിൻ ഓ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തിപ്പുകഴ്ത്തിയിടുമേ. പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തിപ്പുകഴ്ത്തി. എൻ പ്രിയ യേശുവേ, എൻ പ്രിയ ചൂടാരാവ ഹന്താരാവ സംധാരാവ അന്യഭാഷകളിൽ സ്തുതിപ്പാൻ കൃപ ലഭിച്ചവർ അതരങ്ങളെ തുറന്ന് അഭിഷേകത്തോടെ, അഭിഷേകത്തോടെ, ആത്മാവിന്റെ ശക്തിയോടെ ശക്തിയോടെ, ശക്തിയോടെ എല്ലാ കരങ്ങളും ചലിക്കട്ടെ, എല്ലാ കരങ്ങളും ചലിക്കട്ടെ. സൗഖ്യം, സൗഖ്യം, യേശുവിന്റെ അടിപിടരാനുള്ള സൗഖ്യം ഇന്ന് പകൽ ഇതിനകത്ത് ചലിക്കുന്നതിനാ നന്ദിയോടെ സ്തോത്രം. നിരാശകൾ മാറട്ടെ, ഞെരുക്കങ്ങൾ മാറട്ടെ, ശൂന്യതകൾ മാറട്ടെ, ഇല്ലായ്മകൾ മാറട്ടെ. കരമടിച്ചു, കരമടിച്ച് ആത്മാവിൽ സ്തുതിക്കുവാൻ കഴിയുന്നവർ, അന്യഭാഷകളിൽ സ്തുതിക്കുവാൻ കഴിയുന്നവർ മൗനമായി നിൽക്കാതെ ശബ്ദമുയർത്തി. We love you, Jesus. സ്തുതികൾക്ക് യോഗ്യനേ, സകല നാമത്തിനും മീതെ ഉന്നതമായ നാമമുള്ളവനേ, ദൂതന്മാർ ആരാധിക്കുന്നവനേ, വിശുദ്ധന്മാർ വണങ്ങുന്നവനേ, സകല സൃഷ്ടിയും ഒരുപോലെ ഉയർത്തുന്ന ഏകനാമമേ. എല്ലാ കണ്ണുകളും ഉയർത്തി, എല്ലാ കണ്ണുകളും അടച്ച് ഇന്ന് പകൽ ഒത്തിരി പ്രതീക്ഷകളോടുകൂടി ആയിരിക്കും നിങ്ങൾ ഇതിനകത്ത് വന്നത്. ദൈവം എന്നോട് സംസാരിക്കണം, ദൈവം എൻ്റെ വിഷയത്തിനകത്ത് ഇടപെടണം, എൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാകണം. അങ്ങനെ നിരവധി വിഷയങ്ങളുമായിട്ടായിരിക്കാം ഇതിനകത്ത് നിങ്ങൾ വന്നത്. വിശ്വസിക്കുക,
ആമേൻ. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആ കരങ്ങളെല്ലാം ഉയർത്തി എല്ലാ കണ്ണുകളും അടച്ച് ആദി വേണ്ട ആശ്രയമേ തൻ കരങ്ങൾ പിൻപിലുണ്ട്. തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ. ഇന്ന് പകൽ ചില ആദികൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. മനസ്സിനകത്ത് തളം കെട്ടി നിൽക്കുന്ന നിരാശകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഈ ആരാധന നടക്കുമ്പോൾ തന്നെ ചില കുടുംബങ്ങൾക്കകത്ത്, ചില വ്യക്തി ജീവിതങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. Oh, we love you, Jesus. Oh, ആ കരങ്ങൾ ഉയർത്തി താൻ വാഴുകയാ, ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല, ഭീതിയില്ല ഭാവിയല്ല തൻ കയ്യിലെന്നോ ശബ്ദമുയർത്തി താൻ വാഴുകയാ, താൻ വാഴുകയാ, ആകുലമിൽ വിളിച്ചു പറഞ്ഞേ നാളെ എന്ന ഭീതിയില്ല, ഭീതിയില്ല ഭാവിയല്ല തൻ കയ്യിലെന്നോ ധന്യമേ അനാഥനല്ല ഞാൻ, അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ അത്യുന്നതൻ തൻ തിരുമാർവിൽ, തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ. എത്ര ആ കരങ്ങളെ ഉയർത്തി താൻ വാഴുകയാ, താൻ വാഴുകയാ, ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല, ഭീതിയില്ല ഭാവിയല്ല, ഭാവിയല്ല തൻ കയ്യിലെന്നോർത്ത എത്ര ധന്യമേ ലോകം. അവസാനമായി ഒരിക്കൽ കൂടെ താൻ വാഴുകയാ, താൻ വാഴുകയാ, ആകുലമില്ല യേശുവേ ഭീതിയില്ല ഭാവിയല്ല തൻ കയ്യിലെന്നോ എത്ര ധന്യമേ ലോകജീവിതം. പ്രത്യാശയോടെ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും,
വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. ഓ ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. നാട് വിട്ടു വീട് വിട്ടു നാമധേയ കൂട്ടം വിട്ടു കാഠിന്യം ശോധനയിൽ യാനം ചെയ്തോരാ. നാട് വിട്ടു വീട് വിട്ടു നാമധേയ കൂട്ടം വിട്ടു കാഠിന്യം ശോധനയിൽ യാനം ചെയ്തോരാ. കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചത്ര നാള് കാരുണ്യവാൻ പണിയഴിച്ച കൊട്ടാരം തന്നെ. ഓ കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചത്ര നാളായി കാരുണ്യവാൻ പണിയഴിച്ച കൊട്ടാരം തന്നെ. മുത്തുമയമായി വിളങ്ങും പട്ടണമാണ് പുത്തനെറുശലേം പുരം തത്ര ശോഭിതോ. മുത്തുമയമായി വിളങ്ങും പട്ടണമാണ് പുത്തനെറുശലേം പുരം തത്ര ശോഭിതോ. വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതമാം പട്ടണം അതിന്റെ ഭംഗി വർണ്ണ്യമല്ലഹു, ഭംഗി വർണ്ണ്യമല്ലഹു. ഓ വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതമാം പട്ടണം അതിന്റെ ഭംഗി വർണ്ണ്യമല്ലഹു, ഭംഗി വർണ്ണ്യമല്ലഹു. ഓ അല്പകാലം ഈ ഭൂമിയിലെ വാസം സുപുരമാണെന്റെ നിത്യമവിടെ, എന്റെ നിത്യമവിടെ. ഓ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സുപുരമാണെന്റെ നിത്യമവിടെ, എന്റെ നിത്യമവിടെ, എന്റെ നിത്യമവിടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ കരമടിച്ചെന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സന്തോഷമുള്ളവർ ചിരിച്ച മുഖത്തോടെ കരമുയർത്തി ശബ്ദമുയർത്തി ഒന്ന് കർത്താവിന് മഹത്വം കൊടുത്ത് എല്ലാവരും പറഞ്ഞില്ല ഒരിക്കൽ കൂടെ. ഹല്ലേലൂയ. ഈ പുതിയ മാസത്തിൻ്റെ ഈ പ്രാരംഭ ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധ ആരാധനയായി ആമേൻ ഇന്ന് പകലിൽ കൂടി വരുവാൻ സർവ്വകൃപാലുവായ ദൈവം നമ്മോട് കാണിച്ച മനസ്സിലിവനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ മഹനീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൽ അഭിഷിക്തൻ പാസ്റ്റർ ഉമ്മൻ, ആമേൻ, ഇപ്പോൾ ടെസ്റ്റ് മണി പറഞ്ഞ കർത്താവിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ പൊന്നച്ചൻ, പ്രിയ റയിച്ചായന്, പ്രിയ അഭിഷിക്തൻ, ആമേൻ, വളരെ മനോഹരമായി ആരാധനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കോയർ ടീം, ആമേൻ, എൻ്റെ മുമ്പിലായിരിക്കുന്ന ദൈവജനം, എല്ലാവർക്കും ഒറ്റ വാക്കിൽ ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. കഴിഞ്ഞ 2 ദിനങ്ങളിലും ഇന്ന് പകലിലുമായി നിങ്ങളോടൊപ്പം ഇവിടെ ഒരുമിച്ചായിരിക്കാൻ ശുശ്രൂഷകളിൽ പങ്കുചേരുവാനെല്ലാം കർത്താവ് ഒരുക്കിയ അവസരങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. നിങ്ങളുടെ സ്നേഹത്തിന് കരുതലിനും ഇങ്ങനൊരു അവസരം എനിക്കിവിടെ ലഭിച്ചതിനുമൊക്കെ ആമേൻ കർത്താവിന് ഞാൻ മഹത്വം അർപ്പിക്കുന്നു. സന്തോഷത്തോടെ കരമുയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ഇനി നമ്മുടെ മുൻപിലുള്ളത്. അതുകൊണ്ട് വേഗത്തിൽ ആമേൻ മറ്റ് വാക്കുകളൊന്നും പറയാതെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ആമേൻ, ആമേൻ. ആ വാക്ക് മാത്രം സഭ എല്ലാവരും ചേർന്ന് എന്നോടൊന്ന് പറഞ്ഞ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അടുത്തിരിക്കുന്ന ഇടത്തും വലത്തേക്ക് ഇരിക്കുന്നവർക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആമേൻ, ഹല്ലേലൂയ. ഈ ഓഗസ്റ്റ് മാസം നിങ്ങളോട് തരുവാൻ ആമേൻ കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൈവശബ്ദമാണ്. ആമേൻ. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി, ദൈവപ്രവൃത്തി നടക്കും. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി, ദൈവശബ്ദം നിങ്ങൾ കേൾക്കും. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി, കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നത് കാണുവാൻ തുടങ്ങുകയാണ്. വിശ്വാസമുള്ളവർ ഒന്ന് കരമുയർത്തി ശബ്ദമുയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ ഭാഗം നമുക്കറിയാം. പള്ളിപ്രമാണിയായ യായിറോസിൻ്റെ മകൾ ആമേൻ ഇങ്ങനെ രോഗമായി കിടക്കുമ്പോൾ, അവൾ മരിച്ചിട്ടില്ല, രോഗിയായിരിക്കുമ്പോൾ തന്നെ ഈ പള്ളിപ്രമാണി യേശു കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ആമേൻ, എൻ്റെ മകൾക്ക് ഇച്ചിരി ദീനമുണ്ട്, അങ്ങ് വന്നൊന്ന് പ്രാർത്ഥിച്ചെന്ത് ചെയ്യണം, സൗഖ്യമാക്കണം. നമുക്കറിയാം ആ ഭാഗം, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോവുക. ഇങ്ങനെ യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന് ആമേൻ ഇങ്ങനെ യായിറോസ് ഈ വിഷയമൊക്കെ പറഞ്ഞ്
വളരെ സീരിയസ് ആണ് കുഞ്ഞിന്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ പ്രശ്നം, യായിറോസിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. പള്ളിപ്രമാണിയാണ്, ഒരു സാധാരണ മനുഷ്യനല്ല. ആമേൻ. അത്യാവശ്യം ആ സമയത്ത് ഉള്ള ഒരു നല്ല പൊസിഷനിലിരിക്കുന്ന മനുഷ്യനാണ്. കർത്താവിൻ്റെ അടുക്കൽ വന്ന് ഈ സൗഖ്യത്തിൻ്റെ വിഷയം പറയുമ്പോൾ, കുഞ്ഞിൻ്റെ സൗഖ്യത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അതിനിടയിൽ ആ പുരുഷാരത്തിന് ഇടയിൽ വേണ്ട ഒരു സ്ത്രീ വന്ന് ഒന്നും പറയാതെ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ മാത്രം ഒന്ന് തൊട്ടു. ആമേൻ. ഹല്ലേലൂയ. മോനെ, വിരോധമില്ലെങ്കിൽ ഒന്നൊന്ന് ഫ്രണ്ടിലോട്ട് വാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളാരും പിന്നീട് അങ്ങനെ വിളിക്കല്ലേ, ഇത് നമുക്ക് പള്ളി പ്രമാണി യായിറോസ് ആണെന്ന് ഒന്നങ്ങ് പറയാം. അല്പം നേരത്തേക്ക് അല്ല, ഇത് എബനാണ്, യായിറോസ് ആണെന്നങ്ങ് വെച്ചോ. കണ്ടാൽ ലുക്കില്ലേലും ഞാനാണ് യേശു എന്നങ്ങ് വെച്ചോ. ഹല്ലേലൂയ. നോക്കിക്കേ, യായിറോസ് വന്ന് യേശുവിൻ്റെ അടുക്ക് നിൽക്കുക, ഒരു ആപ്ലിക്കേഷൻ കൊടുത്തേക്കുക. എൻ്റെ മകൾ അത്യാസന്ന നിലയിലാണ്, അങ്ങ് വന്ന് സൗഖ്യമാക്കണം. യായിറോസാണ്, പള്ളിപ്രമാണിയാണ്. യേശുവിന് ഈ അപേക്ഷ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ അപേക്ഷ ഇങ്ങനെ കയ്യിൽ വാങ്ങിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ പ്രോട്ടോക്കോളൊക്കെ തെറ്റിച്ചും കൊണ്ട് വേണ്ട ഒരു സഹോദരി വന്നിട്ട് ഈ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു, അവളങ്ങ് പോയി. ആമേ. അപ്പോൾ കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്നെ തൊട്ടത് ആര്? ആമേ. എന്നെ തൊട്ടത് ആര്? നമുക്ക് മാനസികമായി ചിന്തിച്ചാൽ കർത്താവിൻ്റെ ആ ചോദ്യം പ്രസക്തിയുള്ള ചോദ്യമല്ല. കാരണം 1-2 പേരല്ല കർത്താവിൻ്റെ കൂടെ, ശിഷ്യന്മാരുണ്ട്, വലിയൊരു പുരുഷാരമുണ്ട്. ആമേൻ. ഇത്രയും പുരുഷാരെങ്ങനെ തിക്കി തിരക്കി നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സഹോദരി വന്ന് വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു പോയപ്പോൾ കർത്താവിൻ്റെ ഒരു ചോദ്യമാണ്, എന്നെ തൊട്ടതാര്? ആമേൻ. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവ് അത് ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. കർത്താവ് പറഞ്ഞു, അല്ലടാ, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടിട്ടുണ്ട്, എങ്കിൽ നിന്ന് വിടുതലിൻ്റെ കരം വെളിപ്പെട്ടിട്ടുണ്ട്. ആമേൻ. സാന്നിധ്യം ചലിച്ചിട്ടുണ്ട്. ആരോ ആവശ്യത്തോടെ എന്നെ ഒന്ന് തൊട്ടു. ആമേൻ, ആമേൻ. ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. യായിറോസ് അപ്പോഴും ഇവിടെ നിൽക്കുക കേട്ടോ. യായിറോസിൻ്റെ വിഷയത്തിനകത്ത് പരിഹാരം ഉണ്ടായിട്ടില്ല. ആമേൻ. ഹല്ലേലൂയ. വസ്ത്രത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഈ 104 സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ ഒരു വാക്യം കിടപ്പുണ്ട്, അവൻ പ്രകാശത്തെ വസ്ത്രം പോലെ ധരിച്ചിരിക്കുന്നു. വായിച്ചിട്ടുണ്ടോ വാക്യം? 104 സങ്കീർത്തനം 2-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. ഒന്ന് വേഗത്തിലൊന്ന് വായിച്ചു. അവൻ വസ്ത്രം ധരിക്കും പോലെ പ്രകാശത്തെ ധരിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചേ, നമ്മൾ കണ്ടാൽ കർത്താവിൻ്റെ ഒരു സാധാരണ വസ്ത്രമാണ്, പക്ഷെ അവൻ ദൈവമായതുകൊണ്ട് വചനം പറയുന്നു, അവൻ വസ്ത്രം ധരിക്കുന്നത് പോലെ പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു. ഈ അടുത്തിടയ്ക്ക് ഒത്തിരി വർഷമൊന്നും ആയിട്ടില്ല, അടുത്തിടയ്ക്കാണ് ഈ റേഡിയേഷൻ കണ്ടുപിടിച്ചത് അല്ലേ? ആമേൻ. റേഡിയേഷൻ ലൈറ്റ് അടിച്ചൊക്കെ എങ്ങനെ സൗഖ്യം കൊടുക്കുന്നത് വേണ്ടേ? നിങ്ങൾ നോക്കിക്കേ. ആമേൻ. ഒരു വലിയ റേഡിയേഷനാണ് ഈ രക്തസ്രവം ബാധിച്ചവൾക്ക് വേണ്ടി അന്ന് കർത്താവ് ചെയ്തത്. ആമേൻ. ഹല്ലേലൂയ. ഇങ്ങനെ നിൽക്കുമ്പോൾ യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് ജനം വന്നിട്ട്, അവൻ്റെ സഹായികൾ വന്നിട്ട്, പ്രിയപ്പെട്ടവരൊക്കെ വന്നിട്ട് പറയുക, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തരുത്. ഈ യായിറോസ് ആരാന്നറിയാമോ? പള്ളിപ്രമാണിയാണെന്നറിയാം. നമ്മൾ ലേവ്യ പുസ്തകത്തിലോട്ടൊക്കെ പോകുമ്പോൾ ഈ പള്ളിപ്രമാണിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ രക്തസ്രവം വന്നവരെ, ഇങ്ങനെയുള്ള അശുദ്ധരാരും ചർച്ചിനകത്ത് ആലയത്തിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പ്രമാണം കിടപ്പുണ്ട്. അങ്ങനെയുള്ളവരെ പാളയത്തിന് പുറത്താക്കണം എന്നൊരു പ്രമാണമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, അത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ സഹോദരിയെ പാളയത്തിന് പുറത്താക്കിയവൻ ഈ വ്യക്തിയായിരിക്കാം. ആമേ. ഹല്ലേലൂയ. ഒറ്റ വാക്കിൽ പറയാം, നിന്നെ നിന്ദിച്ചവരുടെ മുൻപിൽ കർത്താവ് നിന്നെ വിടുവിക്കും. ആമേൻ. ഹല്ലേലൂയ. നിന്നെ പുറത്താക്കാൻ ശ്രമിച്ചവരുടെ മുൻപിൽ, അപമാനിക്കാൻ ശ്രമിച്ചവരുടെ മുൻപിൽ, നിന്നെ മാറ്റി നിർത്തിയവരുടെ മുൻപിൽ വെച്ച് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് പകൽ ഇതിനകത്ത് ചിലരോടുള്ള ദൈവത്തിൻ്റെ ആലോചന ഞാൻ കൈമാറുകയാണ്. ആമേൻ. നിന്നെ അപമാനിച്ചവരുടെ മുൻപിൽ ദൈവം നിന്നെ മാനിക്കും. കരങ്ങൾ ഉയർത്തി, ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ്.
അങ്ങനെ ഒരു സീസൺ കർത്താവ് ഇതിനകത്ത് തുറക്കട്ടെ. നമ്മുടെ വാക്കിതാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ഒന്ന് പറഞ്ഞ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ ആമേൻ, എതിര് പറയാൻ കഴിയാത്ത ദൈവപ്രവർത്തികൾ നമുക്ക് വേണ്ടി ചെയ്യുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ആർക്ക് വേണ്ടി? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 22-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം, ഞാൻ വേഗത്തിൽ നിന്ന് പറയാം, നമ്മൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. 22-ാം അധ്യായത്തിൽ അബ്രഹാമിനെ പരീക്ഷിക്കുവാൻ ദൈവം ഒന്ന് തീരുമാനിച്ചു. നമുക്കറിയാം സാഹചര്യങ്ങളൊക്കെ. അബ്രഹാമിനെ വിളിച്ചിട്ട് പറയണം, അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ ഞാൻ കാണിക്കുന്നിടത്ത് നീ എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി യാഗം കഴിക്കണം. ഹല്ലേലൂയ. കാത്തിരുന്ന് കിട്ടിയ ഒരു മകനാ. അത് നല്ല പ്രായത്തിലല്ല. ഹല്ലേലൂയ. വയസ്സായപ്പോൾ കിട്ടിയൊരു മകനാ. പക്ഷെ അബ്രഹാമിനോട് ദൈവം അത് പറയുമ്പോൾ അബ്രഹാം അതിന് നോ പറഞ്ഞില്ല. അബ്രഹാം ഒന്ന് ആലോചിക്കട്ടെ കർത്താവേ എന്ന് പറഞ്ഞില്ല. ഞാൻ സാറായിയോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞില്ല. ദൈവം എന്തെങ്കിലും പറഞ്ഞു, ഇന്ന് പകൽ ദൂത് പറയട്ടോ, ദൈവം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ ആമേൻ, അത് കൂടെ കിടക്കുന്നവരോട് പോലും ആമേൻ അനുവാദം ചോദിക്കാതെ അനുസരിപ്പാൻ നിങ്ങൾ മനസ്സ് കാണിച്ചാൽ അതിനകത്ത് സർവശക്തന്റെ കരം ചലിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഒരു വെളിപ്പാട് തന്നാൽ, ദൈവം ഒരു ദർശനം തന്നാൽ ആമേൻ, അതുപോലെ അനുസരിപ്പാൻ നിങ്ങൾ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. വിശ്വസിക്കുക, ആമേൻ, വിശ്വസിക്കുക, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. അവിടെ എങ്ങനെ പറയുന്നു? അബ്രഹാം ആമേൻ ദൈവശബ്ദം കേട്ടു. വചനം ഇങ്ങനെയാണ് പറയുന്നത്, അതികാലത്ത് എഴുന്നേറ്റു. ഒരു വാക്യം ഒന്ന് വായിക്കണം, അതിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ച. ഉൽപ്പത്തി പുസ്തകം 22-3. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് ആ ആ ആ ആ ആ നിൽക്കട്ടെ. ഹോമയാഗത്തിന് ഒന്ന് പറഞ്ഞേ, വിറക് കീറിയെടുത്തും കൊണ്ട്. ആ വെള്ളിയാഴ്ച രാവിലെ ഇവിടെ കൊണ്ടിട്ട് കീറാന്ന് പറഞ്ഞ് ആരും വരരുത് പ്ലീസ്. നമ്മൾ ഈ വലിയ കീറാമുട്ടികളൊക്കെ ഉമ്മമ്പാസ്റ്റർ ഇവിടെ ഇട്ട് കീറിക്കോളെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ആരും കൊണ്ടുവരല്ലേ. ആരാധനയ്ക്ക് വരുന്നവൻ കീറേണ്ടതൊക്കെ വീട്ടിൽ വെച്ച് കീറിയിട്ട് വരണം. സ്വത്രം കുറയും. വീട്ടിലിട്ട് കീറാതെ, വീട്ടിലിരുന്ന് പ്രിപ്പറേഷൻ ആകാതെ, ഒന്ന് തയ്യാറെടുക്കാതെ ഇവിടെ വന്ന് ആശീർവാദം എല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ പറയുന്നൊരു പദമുണ്ട്, ഇന്ന് അങ്ങോട്ട് കത്തിയില്ലെന്ന്. എനിക്ക് ചിലരുടെയൊക്കെ തലയിൽ വന്ന് കൈവച്ചൊന്ന് ഒന്ന് പറയണമെന്നുണ്ട്. അടുത്തിരിക്കുന്നവരടുത്ത് പറ, വീട്ടിൽ നിന്ന് കീറിക്കൊണ്ട് വരാൻ പറ. ഈ കീറാമുട്ടികളുണ്ടല്ലോ, അത് നിങ്ങൾ ചുമ്മാ അതൊന്നും ചുമന്നുകൊണ്ട് ഈ പാസ്റ്റേഴ്സിനെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. ആമേൻ. ഒന്ന് കീറി, ഒന്ന് പ്രിപ്പറേഷനായി, ഒന്ന് ഒരുങ്ങി ഇങ്ങോട്ട് പോരാമെങ്കിൽ ആമേൻ ഇവിടെ കൊണ്ടുവച്ചാൽ മതി, കത്തിക്കോളും. ഇവിടെ കൊണ്ടുവച്ചാൽ മതി, അത് ഉണർവായിക്കോളും. ഇവിടെ കൊണ്ടുവച്ചാൽ മതി, അത് വിടുതലായിക്കോളും. വിശ്വസിക്ക്. കരമുയർത്തി, ശബ്ദമുയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ച്. എന്നിട്ട് ഒരു കഴുത കൂടെ ഉണ്ട്, ഇസഹാക്ക് കൊണ്ടുകൂടെ, ബാല്യക്കാരുണ്ട്. ദൈവം പറഞ്ഞു യാഗം കഴിക്കണം ഞാൻ കാണിക്കുന്ന സ്ഥലത്ത്. സ്ഥലം ലൊക്കേഷനൊന്നും കൊടുത്തിട്ടില്ല, ഗൂഗിൾ മാപ്പില്ല, ഒന്നുമില്ല. പോവുക, വിശ്വാസത്തോടെ പോവുക. അബ്രഹാം ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അബ്രഹാമിൻ്റെ അകത്ത് വലിയൊരു ഭാരം കിടപ്പുണ്ട്. കാരണം അപ്പനായതുകൊണ്ട് അബ്രഹാമിന് അറിയാം, ചില മിനിറ്റുകൾ കഴിയുമ്പോൾ ഞാൻ എൻ്റെ മകനെ യാഗം കഴിക്കും. പക്ഷെ അത് പുറത്ത് കാണിച്ചില്ല. ഈ വിറകും ചുമന്ന് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇസഹാക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, അപ്പാ വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്. അവനൊറ്റ സംശയം, യാഗത്തിനുള്ള മൃഗമെന്തിയെ? അതിനകത്ത് ഞാനൊരു ദൂത് മാതാപിതാക്കളോടങ്ങ് പറയാം. ഇസഹാക്ക് എന്ന ആ ബാല്യക്കാരൻ അറിയാം ആരാധനയ്ക്ക് എന്തൊക്കെ വേണമെന്ന്. ആമേൻ. ആരാധനയ്ക്ക് എന്തൊക്കെ വേണമെന്ന്
ഇസഹാക്കിനറിയാം. ആമേൻ. മാതാപിതാക്കളോടൊരു കാര്യം പറയാം. ചിലരൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ചില പാസ്റ്ററെ എൻ്റെ മോന് ആരാധിക്കുന്നില്ല പാസ്റ്റർ, അവൻ ചർച്ചിൽ വന്ന് ഇങ്ങനെ കയ്യും കെട്ടി നിൽക്കുക, അവൻ സ്തോത്രം പറയത്തില്ല, ചിലപ്പോൾ അടിച്ചതാണ്ട് ഇങ്ങനെ നടിക്കും, പാസ്റ്ററിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ പറയും പാസ്റ്റർ ഇങ്ങനെയുള്ള വിഷയം വന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം മാതാപിതാക്കൾ വീട്ടിൽ ആരാധിച്ചാൽ നമ്മുടെ തലമുറകൾ പബ്ലിക്കിൽ ആരാധിക്കും. ഒരാമയം പറഞ്ഞു, നന്നായിട്ടൊരാമയം പറഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ വീട്ടിലൊന്ന് സ്തോത്രം പറഞ്ഞാൽ, നമ്മൾ വീട്ടിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നമ്മൾ വീട്ടിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നവരാണെങ്കിൽ, നമ്മുടെ മക്കൾ പൊതുവിൽ ആരാധിക്കുന്നവരാകും. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞേ. നമ്മൾ വീട്ടിൽ കുറ്റം പറയുന്നവനാണെങ്കിൽ നമ്മുടെ മക്കൾ ഉറപ്പായിട്ടും പബ്ലിക്കിൽ കുറ്റം പറയുന്നവരാകും. ആമേ. നമ്മൾ അതിനുവേണ്ടി ഉപവസിക്കരുത്. നിങ്ങൾ മുഴങ്കാലിൽ ഇരിക്കാമെങ്കിൽ നമ്മുടെ തലമുറ പുറകെ വരും. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇവിടെ പോകുന്ന വഴിക്കൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്, അപ്പാ യാഗത്തിനുള്ള മൃഗമെന്തിയെ? ആമേൻ. ഹൃദയം തകർന്നിട്ടാണെങ്കിലും, ആമേൻ, മനസ്സ് വല്ലാതെ വ്യാകുലപ്പെട്ടിട്ടാണെങ്കിലും അബ്രഹാം മകനോട് പറയുന്നൊരു പദമുണ്ട്, യഹോവ കരുതിക്കൊള്ളും. ഇന്ന് പകൽ ഇതിനകത്ത് ചിലരോട് ദൈവത്തിന്റെ ദൂത് ഞാൻ വിളിച്ചു പറയുന്നു. ഈ ഓഗസ്റ്റ് മാസം ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുന്ന, ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്ന ഒരു മാസമാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ആത്മാവിൽ ഒന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞ് ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. കരമടിക്കുന്നെങ്കിൽ ആത്മാർത്ഥമായിട്ട് കരമടിക്കുക, വിശ്വസിക്കുന്നെങ്കിൽ നന്നായിട്ട് വിശ്വസിക്കുക, സ്തുതിക്കുന്നെങ്കിൽ ശക്തിയോടെ സ്തുതിക്കുക. ആമേൻ. ഇന്ന് പകൽ ദൈവത്തിന്റെ കരം, അത്ഭുതം പ്രവർത്തിക്കുന്ന കരം, ആമേൻ, കരുതുന്ന കരം ഇതിനകത്ത് ചലിക്കുന്നതോർത്ത് ഇതിങ്ങനെ പറഞ്ഞ് ദൈവം കാണിച്ച സ്ഥലത്ത് അവർ ചെന്നു. അവിടെ ചെന്ന് യാഗത്തിൻ്റെ ക്രമമനുസരിച്ച് കല്ലുകളെല്ലാം പറക്കി യാഗപീഠം പണിയുകയാണ്. ആ പണി നടക്കുമ്പോഴത്തേക്കും കല്ല് പറക്കൊണ്ട് വെക്കുമ്പോഴും ഒരുപക്ഷെ അവൻ ചോദിച്ചു കാണും, അപ്പാ യാഗമൃഗമെന്തിയെ? ആമേൻ. ആ കല്ല് പറക്കി വെക്കുമ്പോഴും അബ്രഹാം പറഞ്ഞിട്ടുണ്ട്, മോനെ യഹോവ കരുതിക്കൊള്ളും. ഹല്ലേലൂയ. ദൈവം കരുതിയോ? നിങ്ങൾക്കത്ര വിശ്വാസം പോരാ. ദൈവം കരുതിയോ? ആ ദൈവം ഇന്നും കരുതുമോ? ഒരു നല്ല ആമേൻ പറ. ആ ദൈവം ഇന്നും കരുതും. ഹല്ലേലൂയ. നോക്കിക്കേ, അവിടെ ഇങ്ങനെ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോവുക. അവസാനം ഇസഹാക്കിന് മനസ്സിലായി, ഞാനാ യാഗവസ്തു. പക്ഷെ അവൻ എതിരൊന്നും പറഞ്ഞില്ല കേട്ടോ. അവൻ അപ്പൻ്റെ ശബ്ദം അനുസരിച്ചു. അപ്പോൾ തന്നെ അവൻ ദൈവത്തെയും അനുസരിച്ചു. ഒന്നും പറഞ്ഞില്ല, എതിരൊന്നും പറഞ്ഞില്ല. അവന് അങ്ങ് വിട്ടുകൊടുത്തു. അവനങ്ങ് തന്നെത്താൻ സമർപ്പിച്ചു. അപ്പന് കത്തികുരിങ്ങനെ കൊല്ലാൻ തുടങ്ങുന്ന സമയത്താണ് സ്വർഗത്തിൻ്റെ ഇടപെടൽ. ഹല്ലേലൂയ. കത്തിക്കും കഴുത്തിനും ഇടയിൽ ദൈവത്തിൻ്റെ ശബ്ദം. ഓ ഹല്ലേലൂയ. കത്തിക്കും മരണത്തിനും ഇടയിൽ ദൈവത്തിൻ്റെ ഇടപെടൽ. ഇന്ന് പകൽ നീ എല്ലാം അവസാനിച്ചെന്ന് തീരുമാനിച്ചിരിക്കുക അല്ലേ? എല്ലാം തീർന്നു, ഇനി രക്ഷയില്ല, ഇനി പുറത്തോട്ട് പോകാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുകയല്ലേ? വിശ്വസിക്ക്. ദൈവശബ്ദം അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന, മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന, പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് പകലിൽ ഇതിനകത്ത് ശ്രമിക്കട്ടെ. കത്തിക്കും കഴുത്തിനുമിടയിൽ ദൈവശബ്ദം. ഇന്ന് പകൽ ആത്മാവ് ചിലരോട് വ്യക്തമായി പറയുന്നു, ആമേൻ, നിന്റെ അവസാന സമയങ്ങളിൽ, ആമേൻ എന്ന് പറയുമ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് നിനക്ക് തോന്നുന്ന സമയങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കും. ആമേൻ. അത് ഇവിടത്തെ ഭരണാധികാരിയോട് സംസാരിക്കണമെങ്കിൽ ദൈവം സംസാരിക്കും. ആമേൻ പറഞ്ഞൊന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞേ.
അവിടെ ഒരു ഭാഗം ഇങ്ങനെ 13-ാമത്തെ വാക്യത്തിൽ കിടപ്പുണ്ട്. അബ്രഹാം തല പൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരാട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. ഏതാണ്? ആട്ടുകൊറ്റൻ. ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. എൻ്റെ ചോദ്യം, ആ പരിസരത്തു നിന്നല്ലേ ഈ ഇസഹാക്ക് കല്ല് പറക്കി കൊണ്ടുവന്നേ? അവിടെയല്ലേ ഇസഹാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല പ്രായമുള്ള മനുഷ്യനല്ല, നല്ല ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ കണ്ണിനൊക്കെ നല്ല കാഴ്ചയുള്ളൊരു പയ്യൻ. ആമേൻ. അവിടെ എല്ലാം നടന്നതെല്ലാം കല്ലൊക്കെ പറക്കൊണ്ട് വരുമ്പോഴും ആമേൻ തൊട്ടടുത്ത് ഈ കുറുങ്കാട്ടിൽ പെട്ടുകിടക്കുന്ന ആടിനെ കണ്ടില്ലെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഈ ആടിനെയാണ് യാഗം കഴിച്ചത് നമുക്കറിയാം. പഴയ നിയമത്തിൽ യാഗം കഴിക്കുന്നതിന് പ്രമാണമുണ്ട്. ചുമ്മാതെ കൈ കിട്ടുന്നതിനെ കൊണ്ട് യാഗം കഴിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇന്ന് യാഗത്തിന് പോവുക, ഈ ആട് മതി എന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. 15-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം ഒന്ന് ശബ്ദമുയർത്തി വായിച്ച 15:9. കേട്ടോ, യാഗത്തിന് അബ്രഹാമിനോട് ദൈവം പറയുന്നൊരു പദമാണ് കേട്ടോ. ഈ 22-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നതിന് മുൻപ് 15-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരാട്ടുകൊറ്റനെയും. ശ്രദ്ധിച്ചേ, ഇവിടെ കാട്ടിൽ കിടക്കുന്ന ഏതാ? ആട്ടുകൊറ്റൻ. യാഗം കഴിക്കേണ്ട പ്രമാണം പറയുകയാണ്, യാഗം കഴിക്കുന്ന ആട്ടുകൊറ്റനാണെങ്കിൽ എത്ര വയസ്സ് വേണം? ദൂത് പറയുമ്പോൾ 3 വയസ്സ്. ഇനി അബ്രഹാമും ഇസഹാക്കും ബാല്യക്കാരും കൂടെ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചിട്ട് എത്ര ദിവസമായി? 3 ദിവസം. ആട്ടുകൊറ്റന് എത്ര പ്രായം കാണും പ്രമാണം അനുസരിച്ച്? 3 വയസ്സ്, 3 വർഷം. ആമേൻ. ദൂത് പറയട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളെ ആയിട്ടുള്ളൂ. നിങ്ങളുടെ പ്രതിസന്ധികൾ തുടങ്ങിയിട്ട് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ഒരു ക്രൈസിസ് ഉണ്ടല്ലോ, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ, അത് തുടങ്ങിയിട്ട് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷേ അതിന് പരിഹാരം വരുത്തിയിട്ട് വർഷങ്ങളായി ഇന്ന് പകൽ ആത്മാവിൽ ആ പരിഹാരത്തെ ഒന്ന് സ്വീകരിക്കുക. ദൈവം നിനക്ക് വേണ്ടി കരുതിയത്, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയത്, വിശ്വസിക്കുക. നിനക്ക് വേണ്ടി നാളുകൾക്ക് മുൻപ് കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. വിളിച്ചു പറ, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇതിനകത്ത് ചിലരോടുള്ള ദൈവത്തിന്റെ ദൂതാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ആയിട്ടുണ്ട്. അത് വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ആത്മാവിൽ അതിനെ സ്വീകരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് പറ, നിന്റെ വിടുതലായിട്ടുണ്ടെന്ന് പറ. അടുത്തിരിക്കുന്നവരോട് പറ, നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടെന്ന് പറ. വിശ്വാസത്തോടെ കരം കൊടുത്ത് പറ, നിനക്ക് വേണ്ടി ഉള്ളത് കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാ. ഹല്ലേലൂയ. കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. ഇനിയും കർത്താവിൻ്റെ കരുതലുകൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. ആരൊക്കെ ചോദിക്കുന്നു, എനിക്ക് ഒത്തിരി പ്രശ്നമുണ്ട്? ഇല്ല, നിന്റെ പ്രശ്നത്തെ പരിഹരിക്കുന്നവൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലേക്ക് വേഗത്തിൽ ഒന്ന് വന്നേ. നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം. ഹല്ലേലൂയ. ഷാകാരാബ സിയാൻ ചാലരാബ. അവിടെ നമുക്കൊരു മനുഷ്യനെ കാണാൻ കഴിയും. ആമേൻ. അതിൻ്റെ 3-ാമത്തെ അധ്യായം തുടങ്ങുന്നതിനാണ്. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണിനേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്ന് അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തെങ്കിൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. ആമേ. അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ, ചിലർ എടുത്തുകൊണ്ടാണ് വരുന്നവനെ കൊണ്ടുവന്ന് സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തും.
ദേവാലയം പേരിൽ സുന്ദരമാണെങ്കിലും ഈ വന്നിരിക്കുന്നവൻ്റെ ജീവിതം അത്ര സുന്ദരമല്ല. ആമേ. ഇവനെ ചിലർ എടുത്തുകൊണ്ട് ഇരുത്തുമാറുണ്ട്. കാരണം ഇവനെ കൊണ്ട് ആദായമുണ്ട് ചിലർക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്രോസും യോഹന്നാനും ആമേൻ പ്രാർത്ഥന സമയത്ത് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. കണ്ടപ്പോൾ ചോദിച്ചു, വെറുതെ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിങ്ങനെ കൈനീട്ടിയപ്പോൾ പത്രോസിൻ്റെ ഒരു മറുപടി ഉണ്ട്. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവൻ്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. വചനം പറയുന്നു, ക്ഷണത്തിൽ ക്ഷണത്തിൽ ക്ഷണത്തിൽ. മാസങ്ങൾ കഴിഞ്ഞിട്ടല്ല, ആഴ്ചകൾ കഴിഞ്ഞിട്ടല്ല. പത്രോസും യോഹന്നാനും അവിടം വിട്ട് പോയപ്പോഴെന്നല്ല, അവരെപ്പോ കരം പിടിച്ചോ അവൻ വചനം പറയുന്നു, ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു. ക്ഷണത്തിൽ ഇന്ന് പകലിൽ അവൻ ചില പെട്ടെന്നുള്ള വിടുതലുകൾ ഇതിനകത്ത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ചില പെട്ടെന്നുള്ള വിടുതലുകൾ, ക്ഷണത്തിലുള്ള വിടുതലുകൾ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ രക്തസ്രവക്കാരിയുടെ രക്തസ്രവം ആമേൻ ക്ഷണത്തിൽ നിന്നതുപോലെ, ആമേൻ മുടന്തനായവൻ ക്ഷണത്തിൽ സൗഖ്യമായതുപോലെ ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ കൽപ്പിക്കുന്നു, ചില പെട്ടെന്നുള്ള വിടുതലുകൾ ഇതിനകത്ത് യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. പെട്ടെന്ന് 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 ക്ഷണത്തിൽ ക്ഷണത്തിൽ ആമേൻ ചിലരോട് ദൈവത്തിന്റെ ദൂത് പറയുന്നു. ക്ഷണത്തിൽ ഈ ഓഗസ്റ്റ് മാസം ഈ ഒന്നാമത്തെ ആഴ്ചയിൽ ചില ദൈവ പ്രവർത്തികൾ നടക്കട്ടെ. എനിക്കെൻ്റെ സാക്ഷ്യങ്ങളൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ പിന്നെ എപ്പോഴെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ പറയാം. ഇപ്പോൾ സമയം കഴിയുക. ആമേ. ഇത് പറഞ്ഞിട്ട് ഇവൻ്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവിടെ ഇങ്ങനെ പറയുകയാണ് 10ാമത്തെ വാക്യത്തിൽ, ഇവനെ കണ്ടപ്പോൾ ചിലർ പറയും, ഇവൻ സുന്ദരം എന്ന ദേവാലയത്തിൽ ഭിക്ഷ അയച്ച് ഇരുന്നവനല്ലേ? ഹല്ലേലൂയ. ഇരുന്നവനല്ലേ? അച്ഛാ, ചിലരൊക്കെ ആഗ്രഹമാണ് നമ്മൾ ഇരുന്നൊന്ന് കാണണമെന്ന്. ചിലരുടെയൊക്കെ ആഗ്രഹമാണ് നീ എഴുന്നേൽക്കരുത്, നീ രക്ഷപ്പെടരുത്, നിനക്ക് സൗഖ്യം ഉണ്ടാകരുത്, മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടാലും നീ അനുഗ്രഹിക്കപ്പെടരുത്, മറ്റുള്ളവർ നന്മ പ്രാപിച്ചാലും നീ പ്രാപിക്കരുത് എന്നാഗ്രഹിക്കുന്ന ചിലരുണ്ട്. പക്ഷേ ഇന്ന് പകൽ വിളിച്ചു പറ, ആമേൻ. അവരങ്ങനെ പറയുകയാണ്, ഇത് അവന് സംഭവിച്ചത് അറിഞ്ഞിട്ട് അവർക്ക് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. ആമേൻ. എന്താ ഞാൻ പറയുന്നത് അറിയാമോ മോനെ? നമ്മളിൽ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തി, നിന്നിൽ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തി മറ്റുള്ളവർക്ക് വിസ്മയമായി മാറാൻ പോകുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ ചേർന്ന് ആമേൻ പറ. എന്നിൽ വെളിപ്പെടാൻ പോകുന്ന ദൈവപ്രവൃത്തി ആമേൻ വിളിച്ചു പറ, ഞാനൊരു വിസ്മയമാകാൻ പോകുകയാണ്. ആമേൻ. ഞാനൊരു അത്ഭുതമായി മാറാൻ പോകുകയാണ്. ഞാനൊരു അതിശയമായി മാറാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം പറ. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഭയപ്പെടണ്ട. ഒന്നും കൂടെ അടുത്തിരിക്കുന്നവർ തട്ടിപ്പറ, ഭയപ്പെടണ്ട. വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. നമ്മൾ വിസ്മയമായി മാറാൻ പോവുകയാണ്. ഞാനൊരു അത്ഭുതമായി മാറാൻ പോവുകയാണ്. ആമേൻ. എന്നും ഞാൻ പരാജയമല്ല, എന്നും ഞാൻ കണ്ണുനീരിലല്ല, എന്നും ഞാൻ താഴ്ചയിലല്ല, ആമേൻ. എന്നും ഞാൻ നിരാശയിലല്ല, എന്നും ഞാൻ തകർച്ചയിലല്ല. വിളിച്ചു പറ, ഞാനൊരു അത്ഭുതമായി മാറാൻ പോവുകയാണ്. കരമുയർത്തി ശക്തിയോടെ. ഹല്ലേലൂയ. ഈ മനുഷ്യൻ്റെ സൗഖ്യം ആ ദേശത്തെ ഇളക്കി. ആമേൻ. സമൂഹത്തെ ചലിപ്പിച്ചു. ഹല്ലേലൂയ. ഞാനൊരു ദൂത് പറയട്ടെ, നിങ്ങളിൽ വെളിപ്പെടാൻ പോകുന്ന ദൈവപ്രവൃത്തി ആമേൻ ദേശം അറിയാൻ പോകുക. ഹല്ലേലൂയ. നിങ്ങളിൽ വെളിപ്പെടാൻ പോകുന്ന ദൈവശക്തി ആമേൻ സമൂഹം അറിയാൻ പോകുകയാണ്. കരമുയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞേ. നോക്കിയ 4-ാം അധ്യായം തുടങ്ങുമ്പോൾ അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദൈവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കാനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിൻ്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാനും നീരസപ്പെട്ടു. ആമേ. അപ്പോൾ പെട്ടെന്ന്
അവിടുത്തെ ഭരണാധികാരികൾ, അവിടെ 5-ാമത്തെ വാക്യം പറയുന്നു, പ്രമാണികൾ, മൂപ്പന്മാർ, ശാസ്ത്രിമാർ യെരുശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനെ ഹന്നാഫും കയ്യഫാവും യോഹന്നാനും അലക്സണ്ടറും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സൗഖ്യ നിമിത്തം ദേശത്തിലെ പ്രധാന ആൾക്കാരെല്ലാം കൂടെ ഇങ്ങനെ വട്ടം കൂടി എന്ന് വർത്താനം പറയാ. ആമേ, നമ്മുടെ വിഷയം ഇതാണ്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇനി അതിൻ്റെ 13, 14, 15, 16 വാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിച്ചേ നമ്മൾ നിർത്തുക. ആശ്ചര്യപ്പെട്ടു. ആ ആ ആ വാക്കെന്ന് പറഞ്ഞ എതിര് പറയാൻ വകയില്ലായിരുന്നു. അടുത്ത് വായിച്ചേ. ആ ആ ആ ആ പ്രത്യക്ഷമായൊരു അടയാളം ചെയ്തിരിക്കുന്നു എന്നുള്ളത് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ലോ. അടുത്ത വാക്ക്, നിഷേധിപ്പാൻ നമുക്ക് കഴിവില്ല. അവിടെ നിന്ന് 2 വാക്കുകൾ എടുക്കുകയാണ്. ഒന്ന് 14 നമ്മൾ വായിച്ചു, എതിര് പറയാൻ വകയില്ലായിരുന്നു. 2 16 നമ്മൾ വായിച്ചു, നിഷേധിപ്പാൻ കഴിയില്ല. ഇത് പറഞ്ഞത് അവിടുത്തെ ന്യായശാസ്ത്രിമാർ, അവിടുത്തെ പുരോഹിതന്മാർ, അവിടുത്തെ മത മേലധ്യക്ഷന്മാർ, ആമേൻ, അവിടുത്തെ പൊളിറ്റിക്സ് ലീഡേഴ്സ്, ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഈ ദൈവപ്രവൃത്തി കണ്ടപ്പോൾ പറയുന്ന പദമാണ്, ആമേൻ, നമുക്ക് എതിര് പറയാൻ വകയില്ല, എതിര് പറയാൻ വകയില്ല. ആമേൻ, രക്ഷിക്കപ്പെട്ടവനല്ല പറഞ്ഞത്, രക്ഷിക്കപ്പെടാത്തവൻ ഈ സൗഖ്യം കണ്ടിട്ട് പറയാണ് നമുക്ക് എതിര് പറയാൻ വകയില്ല. 2 അവർ പറഞ്ഞ പദമാണ് നിഷേധിപ്പാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഇന്ന് പകൽ വിശ്വസിക്കാൻ നീ തയ്യാറാണെങ്കിൽ, വിശ്വസിക്കാൻ സഭ റെഡിയാണെങ്കിൽ, വിശ്വസിപ്പാൻ ആമേൻ നിങ്ങൾ റെഡിയാണെങ്കിൽ വിളിച്ചു പറ, എതിര് പറയാൻ കഴിയാത്ത ഒരു മനുഷ്യനും നിഷേധിപ്പാൻ കഴിയാത്ത, മെഡിക്കൽ സയൻസിന് നിഷേധിപ്പാൻ കഴിയാത്ത, ഇവിടുത്തെ ഭരണാധികാരികൾക്ക് നിഷേധിപ്പാൻ കഴിയാത്ത ആമേൻ ചില ദൈവ പ്രവർത്തികൾ നിങ്ങളുടെ ഭവനത്തിൽ യേശുവിന്റെ നാമത്തിൽ അത് വിശ്വസിക്കുന്നവന് വേണ്ടി ചലിക്കട്ടെ. വിളിച്ചു പറ, എതിര് പറയാൻ കഴിയാത്ത ദൈവപ്രവൃത്തി, എതിര് പറയാൻ കഴിയാത്ത ദൈവപ്രവൃത്തി, ആമേൻ, നിഷേധിപ്പാൻ കഴിയാത്ത ദൈവപ്രവൃത്തി എനിക്ക് വേണ്ടി ആമേൻ എന്റെ ദൈവം ചെയ്യാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നവർ ആ കരമടിച്ച് 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 ശക്തിയോടെ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ സഭ ഒരുമിച്ച് ചേർന്ന് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമാതു നീതിക്കായി കാണപ്പെട്ടല്ലോ. ആമേൻ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമാതു നീതിക്കായി അതിമഹത്തായ പ്രതിഫലം, അതിമഹത്തായ പ്രതിഫലം കൊടുത്തു. ബഹുജാതികൾക്ക് പിതാവ് അതിമഹത്തായ പ്രതിഫലം കൊടുത്തു. വിശ്വസിച്ചാൽ മഹത്വം കാണാം. ബഹുജാതികൾക്ക് പിതാവ് ശക്തിയോടെ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹീതമായ സന്ദേശം പ്രിയ കർത്തദാസരുടെ ദൈവം നൽകിയല്ലോ. തന്നെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ബുധനാഴ്ച, വ്യാഴാഴ്ച വൈകുന്നേരങ്ങളിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ വളരെ അനുഗ്രഹീതമായ സന്ദേശം നൽകുകയും ദൈവത്തെ ആരാധിപ്പാൻ, ഒന്നിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ പ്രിയ കർത്തദാസനെ ദൈവം ശക്തീകരിച്ചു. ഇന്നും തന്നെ നമ്മുടെ ആരാധനയ്ക്ക് നേതൃത്വം വഹിക്കാൻ ദൈവം കൃപ ചെയ്തു. അനുഗ്രഹീതമായ സന്ദേശം അറിയിച്ച പ്രിയ കർത്താവിൻ്റെ ഓർത്ത സ്തോത്രം ചെയ്ത് ദഹ IPC സഭയുടെ എല്ലാവിധ നന്ദി പ്രിയ കർത്തദാസനോട് ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പ്രാർത്ഥനയോടെ നമുക്കായി